നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ സർവ്വസാധാരണയായി ഉപയോഗിച്ചു വരുന്ന ക്യാബേജിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇലക്കറി വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ക്യാബേജ്. ബ്രാസിയേസിയ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ബ്രാസിക്ക ഒലിറേസിയ എന്നതാണ്. ഏകദേശം ഒരടിയോളം ഉയരത്തിൽ വളരുന്ന ഒരു ലഘു സസ്യമാണിത്. ഇലകൾ ഗോളാകൃതിയിൽ അടഞ്ഞ് കാണപ്പെടുന്നതാണ് ക്യാബേജ് അഥവാ മൊട്ടക്കൂസ്. മെഡിറ്ററേനിയൻ മേഖലകളിൽ കടൽ തീരത്ത് കാണപ്പെടുന്ന കാട്ടുകടുക് എന്ന ചെടിയിൽ നിന്നാണ് ഇന്ന് കാണപ്പെടുന്ന ക്യാബേജ് കൃഷി ചെയ്തു വരുന്നത്. കാട്ടു ക്യാബേജ്, കടൽ ക്യാബേജ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. പച്ച നിറത്തിലാണ് ക്യാബേജ് കാണപ്പെടുന്നത്. ചിലപ്പോൾ ചുവപ്പോ പർപ്പിളോ നിറത്തിലും ഇത് കാണപ്പെടുന്നു. മറ്റു പഴവർഗ്ഗങ്ങളെക്കാൾ ഔഷധമൂല്യം ക്യാബേജിനാണ് ഉള്ളത്. നോർമൻ പിക്കാർഡ് ഭാഷയിലെ തല എന്ന അർത്ഥമുള്ള കബോജെ എന്ന വാക്കിൽ നിന്നാണ് ക്യാബേജ് എന്ന ഇംഗ്ലീഷ് നാമം ഉണ്ടായിട്ടുള്ളത്. ശീതകാല പച്ചക്കറിയായ ഈ സസ്യത്തിൻ്റെ വിത്തുകൾ പാകി തൈകളാക്കിയാണ് ഇത് നട്ടുവളർത്തുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് കൃഷി ചെയ്തു വരുന്നത്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറി വിളയാണ് ഇത്. വൈറ്റമിൻ സിയാൽ സമ്പന്നമാണ് ക്യാബേജ്. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് ഇത് നല്ലൊരു ഔഷധമാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ശരീരത്തിലെ വിഷാംശത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും ബുദ്ധിശക്തി, കാഴ്ചശക്തി തുടങ്ങിയവയുടെ വർധനവിനും ഇത് നല്ലൊരു ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കാവുന്നതാണ്. പുരുഷന്മാർക്ക് ധാരാളം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഈ സസ്യം മസിലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതെ തടയുന്നതിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ക്യാബേജ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് കുടവയർ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ ധാതുലവണങ്ങൾ ധാരാളമായി ഇതിലടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ ഉപയോഗം മൂത്രാശയ കല്ലിന് ഒരു കാരണമായി തീരാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സി.എം. ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. കേബേജ് ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരിയാണ്. എല്ലാ ദിക്കിലും ഏറ്റവും എളുപ്പമായിട്ട് കിട്ടുന്നതാണ് ഈ കേബേജിൻ്റെ ഉപ്പേരി. ഈ കേബേജിൻ്റെ എന്താ വെച്ചാൽ കാൽഷ്യം ധാരാളമുണ്ട്, അതുപോലെ ചില സോൾട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അധികം കഴിച്ചു കഴിഞ്ഞാൽ കല്ലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അധികം കഴിച്ചാലേ ഉള്ളൂ. ആഴ്ചയിൽ 2-3 ദിവസം കഴിക്കാൻ നല്ല എല്ലുകൾക്ക് ബലം കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ കേബേജിൻ്റെ ഈ ഇതളുകൾ ഈ കണ്ണിന് വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ആ മസിലിന് നല്ല കുളിർമ കിട്ടും. സാധാരണ കണ്ണിന് ചൂടടിക്കാതിരിക്കാൻ ഈ ആയുർവേദ ചികിത്സയിൽ ഈ കേബേജിൻ്റെ ഇല വെച്ച് ഇങ്ങനെ കെട്ടുന്ന ഒരു ഇതാണ്. ചിലത്തെ താമരപ്പൂവ് കെട്ടാറുണ്ട്. അതിന് പകരമായിട്ട് കുറച്ചും കൂടി ചില കേസിൽ ഈ കേബേജിൻ്റെ ഈ ഇതളെടുത്തിട്ട് കെട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഇതിന് ഈ മുഖത്ത് കവിളൊട്ടിയ ആൾക്കാർക്ക് ഈ കേബേജിൻ്റെ ഇത് പൊടിച്ചിട്ട് ഒരു കിഴിയാക്കിയിട്ട് മെല്ലെ ഇങ്ങനെ കവിളിങ്ങനെ ലേപനം പോലെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാസേജ് കഴിഞ്ഞാൽ കവിളൊട്ടിയത് കുറേശ്ശെ അത് വീർത്താൽ മസിലിന് കുറച്ചൊരു ബലം കിട്ടും. പിന്നെ ഈ മസ്കുലർ പെയിന് ഈ കേബേജ് വേണമെങ്കിൽ കിഴി കെട്ടിയിട്ട് കിഴിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സുഖം കിട്ടും.